അസ്സലാമു അലൈക്കും. നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ, കൊണ്ടാട്ടം മുളക് ചമ്മന്തി മാങ്ങ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറിനാന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ കൊണ്ടാട്ടം മുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, കാരണം ഓയിലൊക്കെ ആയാൽ നമ്മളെ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. അപ്പോൾ അതാ ഒരു 5-10 മുളക് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ആൾ കുറവാണെങ്കിലും കൂടി ഞാൻ ഈ ചമ്മന്തി 2 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെക്കാട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കറിക്കും കൂട്ടാൻ പറ്റിയൊരു ചമ്മന്തിയാണ്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചായിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എരിവിന് നമുക്ക് പിന്നെ വേറെ മുളകൊന്നും വേണ്ട കേട്ടോ. മുളക് പൊടി വേണ്ടവർക്ക് എരിവില്ലാത്ത മുളക് പൊടി ഇടുകയാണെങ്കിൽ ഒന്നുണ്ട് കളറ് കിട്ടും. നമ്മളിപ്പോൾ ചമ്മന്തിക്ക് ഒരു വെള്ള കളറേ വരുള്ളൂ, കാരണം മുളക് പൊടി ഇല്ലല്ലോ. അതുകൊണ്ട് മുളക് പൊടി ഇടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ചുവപ്പ് കളറൊക്കെ വരും. ഇതിപ്പോൾ ഈ കൊണ്ടാട്ട മുളകിൻ്റെ എരിവ് മാത്രം മതി, ഞങ്ങൾക്ക് എരിവും കുറച്ച് മതി എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മുളക് ചൂട് കൊടുക്കണേ ആകുമ്പോൾ നല്ല പൊടിഞ്ഞ് കിട്ടും. അതിൻ്റെ ശേഷം നമുക്ക് ചെറിയ ഉള്ളി മാങ്ങ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് കാണാം. ബെല്ലൈക്കണൊക്കെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ അതാ തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് തീരെ ചേർത്തിട്ടില്ല കേട്ടോ. ഈ കൊണ്ടാട്ട മുളകിൽ നല്ലോണം ഉപ്പുണ്ടാവും, അതുകൊണ്ട് തീരെ ഉപ്പ് ഇടേണ്ടി വന്നിട്ടില്ല. ആ ഉപ്പ് തന്നെ മതി. അപ്പോൾ അതാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കളറിലാണ് ഈ ചമ്മന്തി വരിക. അപ്പം മുളക് പൊടി ചേർക്കണമെങ്കിൽ ഒരു ചുവപ്പ് കളറൊക്കെ കിട്ടും. ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറെടുക്കാം കേട്ടോ. അപ്പോൾ റേഷനരിയുടെ ചോറിന് ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ട് മുളക് കറി ഉള്ള ദിവസം റേഷനരിയുടെ ചോറൊക്കെ ഒന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊരു കഴിക്കാനുള്ള കൊതി കൊണ്ട് വെക്കണതാണ്. അപ്പം ഇന്ന് അങ്ങനെ വെച്ചിരിക്കുകയാണ്. മാന്തൾ മുളകിട്ടതാണ്, പയറുപ്പേരിയും ഒക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിഭവം. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ.